ഹായ് എവ്രി വൺ. നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു മണി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ. അതിൽ നമ്മൾ മണി മാർക്കറ്റിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ നോക്കി, ദെൻ ഫീച്ചേഴ്സ് ഓഫ് മണി മാർക്കറ്റ് നോക്കി. മണി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ മാർക്കറ്റ് ഫോർ റേസിങ് ഷോർട്ട് ടേം ഫണ്ട്സ്. ഷോർട്ട് ടേം ഫണ്ട് റേസ് ചെയ്യാനുള്ള മാർക്കറ്റാണ് മണി മാർക്കറ്റ്. ഷോർട്ട് ടേം ഫണ്ട്സ് എന്ന് പറയുമ്പോൾ ഡ്യൂറേഷൻ ബിലോ ലെസ് ദാൻ 1 ഇയർ വരെയുള്ള ഫണ്ട് റേസ് ചെയ്യാനുള്ള മാർക്കറ്റാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. നമുക്ക് മാർക്കറ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, മണി മാർക്കറ്റ് എന്നും ക്യാപിറ്റൽ മാർക്കറ്റ് എന്നും. മണി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ടേം ആയിട്ടുള്ള ഫണ്ട് റേസ് ചെയ്യാനുള്ള മാർക്കറ്റാണ് മണി മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് ടേം ആയിട്ടുള്ള ഫണ്ട് റേസ് ചെയ്യാനുള്ള മാർക്കറ്റാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഇനി നമുക്ക് നോക്കാനുണ്ടായിരുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് മണി മാർക്കറ്റ്. മണി മാർക്കറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനായിട്ടുള്ളത്. നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഓഫ് മണി മാർക്കറ്റ് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് മണി മാർക്കറ്റ്. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്സ് പ്രൊവൈഡിങ് ബോറോവേഴ്സ് സച്ച് ആസ് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ്, ഗവൺമെൻറ് എക്സെട്ര വിത്ത് ഷോർട്ട് ടേം ഫണ്ട് അറ്റ് എ റീസണബിൾ പ്രൈസ്. Lenders will also have the advantage of liquidity as the securities in the money market are short term. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ്, അതേപോലെ തന്നെ ഗവൺമെൻറ്റ്സ്, അവർക്കൊക്കെ എന്ത് കിട്ടും? ഷോർട്ട് ടേം ആയിട്ടുള്ള ഫണ്ട് റീസണബിൾ ആയിട്ടുള്ള, അവരുദ്ദേശിക്കുന്ന റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ അവർക്ക് അവൈലബിൾ ആയിരിക്കും. ഈ ഒരു മണി മാർക്കറ്റ്, നമ്മളിപ്പോൾ ഒരു മണി മാർക്കറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട് ടേം ആയിട്ടുള്ള ഫണ്ട് റീസണബിൾ പ്രൈസിൽ നമുക്ക് കിട്ടും, പ്രൊവൈഡ് ചെയ്യും മണി മാർക്കറ്റ്. അത് ഒരു ഒബ്ജക്റ്റീവ്സാണ്. മണി മാർക്കറ്റിൻ്റെ ഒന്നാമത്തെ ഒരു ഒബ്ജക്റ്റീവ്സാണ് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിനും അല്ലെങ്കിൽ ഗവൺമെൻറ്റിനും എന്തൊക്കെ ചെയ്യും? ഷോർട്ട് ടേം ആയിട്ടുള്ള ഫണ്ട് റീസണബിൾ പ്രൈസിന് കിട്ടും. ഇൻവെസ്റ്റേഴ്സിനും ഗവൺമെൻറ്റിനും ബാക്കിയുള്ള എല്ലാവർക്കും എന്ത് ചെയ്യും? കിട്ടും. Then lenders will also have the advantage of liquidity as the securities in the money market are short term. ലെൻഡേഴ്സിന് എന്തുകൂടെ ഒരു ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഒരു അഡ്വാൻറ്റേജസ് കൂടി എവിടെ നിന്ന് കിട്ടുന്നുണ്ട്? ഈ മണി മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമ്മൾ മണി മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിക്വിഡിറ്റി എന്നുള്ളത്. ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് വി ക്യാൻ ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ക്യാഷിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ലെൻഡേഴ്സിനോ ഇൻവെസ്റ്റേഴ്സിന് എന്തുണ്ട്? ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഒരു അഡ്വാൻറ്റേജ് മണി മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്സ്. ഇനി സെക്കൻഡ് ഒബ്ജക്റ്റീവ്സ്, ഇറ്റ് ഓൾസോ എനേബിൾസ് ലെൻഡേഴ്സ് ടു ടേൺ ദെയർ ഐഡിൽ ഫണ്ട് ഇൻ ടു എൻ എഫക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ്. ലെൻഡേഴ്സിൻ്റെ ഐഡിലായിട്ട് കിടക്കുന്ന ഫണ്ട്സ്, അതായത് ഒരു യൂട്ടിലൈസേഷനും ഇല്ലാതെ അവർ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരുപാട് വേറെയുള്ള കാര്യങ്ങളിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഐഡിലായിട്ട് കിടക്കുന്ന ഫണ്ട് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ കയ്യിലുണ്ടായിരിക്കുന്ന ഫണ്ട്, അതെന്ത് ചെയ്യാൻ പറ്റും? എഫക്റ്റീവ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് അവർക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് കഴിയും. ഈ ഒരു മണി മാർക്കറ്റിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വഴി അവർക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള അതിൽ നിന്നുള്ള റിട്ടേണും കാര്യങ്ങളൊക്കെ കിട്ടും മണി മാർക്കറ്റിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വഴി. അപ്പോൾ അവരുടെ ഐഡിലായിട്ടുള്ള ഫണ്ട് എഫക്റ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആക്കിയിട്ട് മാറ്റിയെടുക്കാൻ ഈ ഒരു മണി മാർക്കറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വഴി ബോത്ത് ദ ലെൻഡേഴ്സ് ആൻഡ് ബോറോവേഴ്സ് ആർ എ ബെനിഫിറ്റ്. ഇങ്ങനെ ഐഡിലായിട്ടുള്ള ഫണ്ട് ലെൻഡേഴ്സ് ഈ ഒരു മണി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനനുകൂലമായിട്ടുള്ള റിട്ടേണും കാര്യങ്ങളും മണി മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യും. അതേപോലെ തന്നെ ബോറോവേഴ്സ്, ഈ ഒരു അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആവശ്യക്കാരുണ്ടായിരിക്കും, ആ ഒരു ഫണ്ടിന് ആവശ്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യും? അതെടുക്കും, ബോറോ ചെയ്യും. അപ്പോൾ ബോറോവേഴ്സിനും ബെനിഫിറ്റാണ്, അവർക്ക് എന്ത് ചെയ്യും? അവർക്ക് ക്യാഷ് കിട്ടും. ലെൻഡേഴ്സിനും ബെനിഫിറ്റാണ്, അവർക്ക് അതിനുള്ള റിട്ടേണും കിട്ടും. അപ്പോൾ ലെൻഡേഴ്സിൻ്റെ ഐഡിലായിട്ട് കിടക്കുന്ന ഫണ്ട് എന്ത് ചെയ്യാൻ പറ്റും? എഫക്റ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഈ ഒരു മണി മാർക്കറ്റ് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ്, ടു പ്രൊവൈഡ് എ പാർക്കിംഗ് പ്ലേസ് ടു എംപ്ലോയ് ഷോർട്ട് ടേം സർപ്ലസ് ഫണ്ട്. ഷോർട്ട് ടേം സർപ്ലസ് ആയിട്ടുള്ള ഫണ്ട്, അതായത് മെച്യൂരിറ്റി പീരിയഡ് 1 ഇയർ ഓർ ലെസ് ദാൻ 1 ഇയർ ആയിട്ടുള്ള വലിയ ഫണ്ടൊന്നല്ല, എന്നാലും ഷോർട്ട് ടേം ആയിട്ടുള്ള ഫണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക്
ഒരു പാർക്കിംഗ് പ്ലേസ് ആയിട്ട് അവർക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് എംപ്ലോയ് ചെയ്യാനുള്ള ഒരു പാർക്കിംഗ് പ്ലേസ് ആയിട്ട് ഈ ഒരു മണി മാർക്കറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മണി മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ട് അവരുടെ ഷോർട്ട് ടേം സർപ്ലസ് ആയിട്ടുള്ള ഫണ്ട് അവർക്ക് ഈ ഒരു മണി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതുവഴി അവർക്ക് അതിനുള്ള റിട്ടേണും കാര്യങ്ങളൊക്കെ കിട്ടും. നെക്സ്റ്റ്, ടു പ്രൊവൈഡ് റൂം ഫോർ ഓവർകമ്മിങ് ഷോർട്ട് ടേം ഡെഫിസിറ്റ്സ്. ഷോർട്ട് ടേം ആയിട്ടുള്ള ഡെഫിസിറ്റ്സ് ഓവർകം ചെയ്യാനുള്ള ഒരു റൂം കൂടിയാണ് ഈ ഒരു മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു മണി മാർക്കറ്റ് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഷോർട്ട് ടേം ആയിട്ടുള്ള ഫണ്ട് റേസ് ചെയ്യാനായിട്ട് കഴിയും. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബിസിനസ്സിൽ ഇപ്പോൾ നമുക്ക് ക്യാപിറ്റൽ വേണം, അല്ലെങ്കിൽ നമുക്ക് ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഫണ്ട് വേണം. അങ്ങനെ ഫണ്ട് വേണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മണി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റൂമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ റൂമിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു ഫണ്ട് റേസ് ചെയ്യാനായിട്ട് കഴിയും. മണി മാർക്കറ്റിൽ പോയിട്ട് നമുക്ക് ഷോർട്ട് ടേം ആയിട്ടുള്ള ഡെഫിസിറ്റ് ആയിട്ടുള്ള ഫണ്ട് നമുക്ക് റേസ് ചെയ്യാനായിട്ട് കഴിയും. നെക്സ്റ്റ്, ടു എനേബിൾ ദ സെൻട്രൽ ബാങ്ക് ടു ഇൻഫ്ലുവൻസ് ആൻഡ് റെഗുലേറ്റ് ലിക്വിഡിറ്റി ഇൻ ദ എക്കണോമി ത്രൂ ഇറ്റ്സ് ഇൻ്റർവെൻഷൻ ഇൻ ദിസ് മാർക്കറ്റ്. ഈ ഒരു മണി മാർക്കറ്റിലുള്ള ഇൻ്റർവെൻഷൻ വഴി നമുക്ക് സെൻട്രൽ ബാങ്കിന് എന്ത് ചെയ്യാൻ പറ്റും, ലിക്വിഡിറ്റി, എക്കണോമിയിലെ ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വി ക്യാൻ ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. നമുക്ക് ഈസി ആയിട്ട് ക്യാഷിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് കഴിയും. ആ ഒരു ലിക്വിഡിറ്റീനെ റെഗുലേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാനും ആർക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഈ ഒരു മണി മാർക്കറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സെൻട്രൽ ബാങ്ക്സിന് ഈ ഒരു മണി മാർക്കറ്റിലെ ഇൻ്റർവെൻഷൻ വഴി അതിൽ എക്കണോമിയിലെ ലിക്വിഡിറ്റി റെഗുലേറ്റ് ചെയ്യാനും ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇത്രയൊക്കെയാണ് മണി മാർക്കറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്സിൽ നമ്മൾ പറഞ്ഞു, ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിനും അല്ലെങ്കിൽ ഗവൺമെൻറ്റ്സിനും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഷോർട്ട് ടേം ആയിട്ടുള്ള ഫണ്ട് റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഈ ഒരു മണി മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് അവിടുന്ന് റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് ആവശ്യമുള്ള ഷോർട്ട് ടേം ആയിട്ടുള്ള ഫണ്ട് നമുക്ക് റേസ് ചെയ്യാനായിട്ട് കഴിയും. നെക്സ്റ്റ്, ഇൻവെസ്റ്റേഴ്സിൻ്റെ ഐഡിലായിട്ടുള്ള ഫണ്ട് എഫക്റ്റീവ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് കഴിയും. അത് രണ്ട് കൂട്ടർക്കും, ഇൻവെസ്റ്റേഴ്സിനും അതേപോലെ തന്നെ ബോറോവേഴ്സിനും ബെനിഫിറ്റാണ്. പിന്നെ ഒരു സർപ്ലസ് ആയിട്ടുള്ള ഫണ്ട് ഈ ഒരു മണി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. അതുവഴി എന്ത് ചെയ്യും, അവർക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് റീസണബിൾ ആയിട്ടുള്ള റിട്ടേണും കാര്യങ്ങളൊക്കെ കിട്ടും. ദെൻ ഷോർട്ട് ടേം ഡെഫിസിറ്റ് ഈ ഒരു മണി മാർക്കറ്റ് വഴി നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് കഴിയും. ദെൻ സെൻട്രൽ ബാങ്കിന് എക്കണോമിയിലെ ലിക്വിഡിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും ഈ ഒരു മണി മാർക്കറ്റിലെ ഇൻ്റർവെൻഷൻ വഴി നമുക്ക് സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് മണി മാർക്കറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫങ്ഷൻസ് ഓഫ് മണി മാർക്കറ്റ്. എന്തൊക്കെയാണ് മണി മാർക്കറ്റിൻ്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റീവ്സും ഫീച്ചേഴ്സും ഒക്കെ എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും എന്തൊക്കെയാണ് മണി മാർക്കറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന്. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്സ്, ഇറ്റ് ഫെസിലിറ്റേറ്റ് എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് RBI മോണിറ്ററി പോളിസി. ഈ ഒരു മണി മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് RBI മോണിറ്ററി പോളിസി. RBIൻ്റെ മോണിറ്ററി പോളിസി എഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു മണി മാർക്കറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. RBI മോണിറ്ററി പോളിസി എന്ന് പറയുമ്പോൾ എക്കണോമിയിലെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യാൻ, അത് CRR, ക്യാഷ് റിസർവ് റേഷ്യോ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, ഇങ്ങനെയുള്ള മോണിറ്ററി പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു മണി മാർക്കറ്റ്. നെക്സ്റ്റ്, ഇറ്റ് പ്രൊവൈഡ് ആംപിൾ അവന്യൂസ് ഫോർ ഷോർട്ട് ടേം ഫണ്ട്സ് വിത്ത് ഫെയർ റിട്ടേൺ ടു ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഷോർട്ട് ടേം ഈ ഒരു മണി മാർക്കറ്റിൽ തന്നെ ഡിഫറെൻറ്റ് അവന്യൂസ് ഉണ്ട്. നമ്മൾ നെക്സ്റ്റ് പഠിക്കും ഷോർട്ട് ടേം മണി മാർക്കറ്റിലെ ഇൻസ്ട്രുമെൻസിനെ കുറിച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് ഒരു ക്ലാസ്സുകളിലായിട്ട് പഠിക്കും. അതിൽ ഡിഫറെൻറ്റ് അവന്യൂസിൽ, അതായത് ഷോർട്ട് ടേം ഫണ്ട് മണി മാർക്കറ്റിലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അവന്യൂസിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഇൻവെസ്റ്റേഴ്സിന് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് കഴിയും. അതുവഴി അവർക്ക് എന്ത് ചെയ്യും, ഫെയർ ആയിട്ടുള്ള റിട്ടേൺസ് അവർക്ക് ഒരു മണി മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ്, ഇറ്റ് ഇൻസ്റ്റിൽസ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇൻ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്.
കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ ഫിനാൻഷ്യലായിട്ടുള്ള ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു മണി മാർക്കറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക്, നമ്മുടെ സാധാരണ കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, ഇപ്പോൾ നമുക്കിപ്പോൾ ഷോർട്ട് ടേം ഫണ്ട് ആണെങ്കിൽ നമുക്ക് എവിടെ പോവാം? മണി മാർക്കറ്റിൽ പോവാം. മെച്യൂരിറ്റി പീരിയഡ് 1 ഇയർ ഓർ ലെസ് ദാൻ 1 ഇയർ ആയിട്ടുള്ള ഫണ്ടാണ് നമുക്ക് ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് മണി മാർക്കറ്റിൽ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് പർച്ചേസ് ചെയ്താൽ മതി. ഇനി നമുക്ക് ലോങ് ടേം ആയിട്ടുള്ള ഫണ്ടാണ് റേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റിൽ പോയിട്ട് അവിടുത്തെ ഏതെങ്കിലും ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്ക് റേസ് ചെയ്യാനായിട്ട്. അങ്ങനെ നമുക്ക് കൊമേഴ്ഷ്യൽ ബാങ്കിലെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു മണി മാർക്കറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് പ്രൊവൈഡ്സ് ഫണ്ട് ടു മീറ്റ് ഷോർട്ട് ടേം നീഡ്സ്. മണി മാർക്കറ്റിൽ നമുക്ക് എത്തരത്തിലുള്ള ഫണ്ടാണ് നമുക്ക് റേസ് ചെയ്യാനായിട്ട് കഴിയുന്നത്? ഷോർട്ട് ടേം ആയിട്ടുള്ള മെച്യൂരിറ്റി പീരിയഡ് 1 ഇയറോ അല്ലെങ്കിൽ ലെസ് ദാൻ 1 ഇയറോ ആയിട്ടുള്ള ഫണ്ടാണ് നമുക്ക് ഈ ഒരു മണി മാർക്കറ്റ് വഴി നമുക്ക് റേസ് ചെയ്യാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് ഷോർട്ട് ടേം ആയിട്ടുള്ള നീഡ്സിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? മണി മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് എൻഹാൻസസ് ക്യാപിറ്റൽ ഫോർമേഷൻ ത്രൂ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ക്യാപിറ്റൽ ഫോർമേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? എൻഹാൻസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ക്യാപിറ്റൽ നമുക്ക് റേസ് ചെയ്യാനായിട്ട് മണി മാർക്കറ്റ് വഴി നമുക്ക് ക്യാപിറ്റൽ, നമ്മുടെ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ നമുക്ക് റേസ് ചെയ്യാനായിട്ട് കഴിയും. കാരണം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ആൾക്കാർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്, സേവിങ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാപിറ്റൽ ഫോർമേഷന് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഷോർട്ട് ടേം അലോക്കേഷൻ ഓഫ് ഫണ്ട് ഈസ് മെയ്ഡ് പോസിബിൾ ത്രൂ ഇൻ്റർ ബാങ്കിങ് വഴി ഷോർട്ട് ടേം ആയിട്ടുള്ള ഫണ്ട് അലോക്കേറ്റ് ചെയ്യാനായിട്ട് കഴിയും. മണി മാർക്കറ്റ് വഴി ഇൻ്റർ ബാങ്കിങ് ഉണ്ടായിരിക്കും. ഈ ഇൻ്റർ ബാങ്കിങ് വഴി നമുക്ക് മണി മാർക്കറ്റിലെ ഷോർട്ട് ടേം ആയിട്ടുള്ള ഫണ്ട് നമുക്ക് അലോക്കേറ്റ് ചെയ്യാനായിട്ട് കഴിയും. നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്സ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻസ്. മണി മാർക്കറ്റിൽ നമുക്ക് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് ജോലി സാധ്യതകൾ ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഈ ഒരു മണി മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് പ്രൊവൈഡ്സ് ഫണ്ട് ടു ദ ഗവൺമെൻറ് ടു മീറ്റ് ഇറ്റ്സ് ഡെഫിസിറ്റ്സ്. ഗവൺമെൻറ്റിന് എന്തെങ്കിലും ഡെഫിസിറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടുന്ന് മീറ്റ് ചെയ്യാം? എവിടുന്ന് ഈ ഒരു ഡെഫിസിറ്റ് മീറ്റ് ചെയ്യാനായിട്ട് കഴിയും? മണി മാർക്കറ്റിൽ നിന്ന് മീറ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മണി മാർക്കറ്റിൻ്റെ ഫങ്ഷൻസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ RBIൻ്റെ മോണിറ്ററി പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഒരു മണി മാർക്കറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഇൻവെസ്റ്റേഴ്സിന് ഡിഫറെൻറ്റ് അവന്യൂസിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. അതുവഴി അവർക്ക് ഫെയർ റിട്ടേൺസ് മണി മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ ഷോർട്ട് ടേം നീഡ്സിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് മണി മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ക്യാപിറ്റൽ ഫോർമേഷന് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് വഴി എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ദെൻ ഷോർട്ട് ടേം ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇൻ്റർ ബാങ്കിങ് വഴി മണി മാർക്കറ്റിൽ ഷോർട്ട് ടേം ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഗവൺമെൻറ്റിന് എന്തെങ്കിലും ഡെഫിസിറ്റ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? മണി മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് മണി മാർക്കറ്റിൻ്റെ ഫങ്ഷൻസിൽ നോക്കാനുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് മണി മാർക്കറ്റ്. മണി മാർക്കറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിപ്പോൾ ഫീച്ചേഴ്സും അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ്സും നമ്മൾ ഫങ്ഷൻസൊക്കെ കാര്യങ്ങളൊക്കെ അത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളമാണ് മണി മാർക്കറ്റ്, എക്കണോമിയിൽ എത്രത്തോളമാണ് മണി മാർക്കറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ള കാര്യങ്ങൾ. ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് ഡെവലപ്മെൻറ്റ് ഓഫ് ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി. മണി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ മാർക്കറ്റ് ഫോർ റേസിങ് ഷോർട്ട് ടേം ഫണ്ട് അപ് ടു 1 ഇയർ ഓർ ലെസ് ദാൻ 1 ഇയർ, 1 ഇയറോ അല്ലെങ്കിൽ ലെസ് ദാൻ 1 ഇയറോ വരെയുള്ള ഫണ്ട് റേസ് ചെയ്യാനുള്ള ഒരു മാർക്കറ്റാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഷോർട്ട് ടേം ഫണ്ട് റേസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഷോർട്ട് ടേം ഫണ്ട് ആ ഒരു മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത് വഴി എന്തുണ്ടായിരിക്കും? ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രീസിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കും. അവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് എവിടെ നിന്ന് കിട്ടുന്നുണ്ട്? മണി മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുവഴി ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യും.
നെക്സ്റ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഈ ഒരു മണി മാർക്കറ്റ് നമുക്ക് മാർക്കറ്റ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാമെന്നുള്ളത് പറഞ്ഞു. മണി മാർക്കറ്റ് എന്നും ക്യാപിറ്റൽ മാർക്കറ്റ് എന്നും. മണി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ടേം ഫണ്ട് റേസ് ചെയ്യാനുള്ള മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ് ലോങ് ടേം ആയിട്ടുള്ള ഫണ്ട് റേസ് ചെയ്യാനുള്ള മാർക്കറ്റ്. അപ്പോൾ ഈ ഒരു മണി മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യുന്നത് വഴി ഓട്ടോമാറ്റിക്കായിട്ട് ഏതും ഡെവലപ്പ് ചെയ്യും, ക്യാപിറ്റൽ മാർക്കറ്റും ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഡെവലപ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. നെക്സ്റ്റ് സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷനിങ് സ്മൂത്തായിട്ട് പെർഫോം ചെയ്യാനായിട്ട് കഴിയും. ഒരു മണി മാർക്കറ്റ് ഉള്ളത് വഴി എന്ത് ചെയ്യും, മണി മാർക്കറ്റിൽ ഒരുപാട് ആൾക്കാർക്ക് ഷോർട്ട് ടേം ആയിട്ടുള്ള ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുവഴി കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഓരോ ഫങ്ഷൻസും സ്മൂത്തായിട്ട് നമുക്ക് നടത്താനായിട്ട് കഴിയും. നെക്സ്റ്റ് ഹെൽപ്സ് ദ എഫക്റ്റീവ് ഫങ്ഷനിങ് ഓഫ് സെൻട്രൽ ബാങ്ക്. സെൻട്രൽ ബാങ്കിൻ്റെ എഫക്റ്റീവ് ഫങ്ഷനിങ് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു മണി മാർക്കറ്റ്. നമ്മുടെ RBIൻ്റെ മോണിറ്ററി പോളിസീസ്, അതേപോലെ തന്നെ CRR, SLR, റിവേഴ്സ് റിപ്പോ റേറ്റ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് മണി മാർക്കറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സെൻട്രൽ ബാങ്കിൻ്റെ ഓരോ ഫങ്ഷൻസും എഫക്റ്റീവായിട്ട് നടത്താൻ മണി മാർക്കറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഫോർമേഷൻ ഓഫ് സ്യൂറ്റബിൾ മോണിറ്ററി പോളിസീസ് പറഞ്ഞു. RBIൻ്റെ ഓരോ മോണിറ്ററി പോളിസീസും CRRഉം SLRഉം റിവേഴ്സ് റിപ്പോയും റിപ്പോ റേറ്റും ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യാനായിട്ട് മണി മാർക്കറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എത്ര CRR വേണം, CRR റേറ്റ് എത്രയാണ്, SLR റേറ്റ് എത്രയാണ് വെക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഫോം ചെയ്യാനായിട്ട് മണി മാർക്കറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നോൺ ഇൻഫ്ലേഷണറി സോഴ്സ് ഓഫ് ഫിനാൻസ് ടു ഗവൺമെൻറ്റിന് ഈ ഒരു മണി മാർക്കറ്റ് വഴി നോൺ ഇൻഫ്ലേഷണറി ആയിട്ടുള്ള സോഴ്സ് ഓഫ് ഫിനാൻസ് ഗവൺമെൻറ്റിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മണി മാർക്കറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്ക് ഇമ്പോർട്ടൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫീച്ചേഴ്സും അതേപോലെ തന്നെ ഫങ്ഷൻസിൽ ഒക്കെ നമുക്ക് അത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലായിരിക്കാം മണി മാർക്കറ്റ് എത്രത്തോളം എക്കണോമിയിൽ ഇമ്പോർട്ടൻസ് ആണെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് മണി മാർക്കറ്റിൽ നോക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് മണി മാർക്കറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഫങ്ഷൻസ്, ഇമ്പോർട്ടൻസ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.